ഗൈസ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറി. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈവനിങ് വ്ലോഗാണ്. ഇപ്പം ആക്ച്വലി ടൈം ഒരു 5:30 ആയിട്ടുണ്ടാക്കും. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് ഗൈസ് വ്ലോഗ് എടുത്താലോ എന്ന് കട്ട് ചെയ്ത്. സോ അങ്ങനെ നമ്മൾ വ്ലോഗ് എടുക്കുകയാണ്. ആൻഡ് സോ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഇത്രയും നേരം സോഫയുമൊക്കെ കിടന്ന് ആലോചിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് അമ്മേനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്തുണ്ടാക്കണം എന്നാണ് അടുത്ത കൺഫ്യൂഷൻ. ആക്ച്വലി ഇവിടെ അല്ല എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഒന്നും കാണുന്നില്ല ഗൈസ്. ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഉണ്ട് അല്ലാണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യപ്പെട്ടെന്ന് ഉണ്ടാക്കണം. നമുക്ക് തീരെ വയ്യ ഗൈസ്. അപ്പം നമുക്ക് ചായ കൊടുക്കണം. നമുക്ക് സാധനം കിട്ടി. എന്തുണ്ടാക്കണം എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് ഗൈസ് ഞാനത് കണ്ടത്. ഐഷു സ്വന്തമായി ലിപ് ബാം ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് അവൾ ഉണ്ടാക്കിയ ലിപ് ബാം. ഈ റോണീനെ കൊണ്ട് ഒരു സ്വൈര്യമില്ല പോരയിൽ ഗൈസ്. സോ നമ്മളിതിങ്ങനെ പൊട്ടിക്കുന്നു. ട്രൈ ചെയ്തോ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ആദ്യമായിട്ട് ലിപ് ബാം ആക്കിയിട്ട് ഒരാൾ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാം. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞങ്ങളൊരു പുതിയൊരു നെയ്യ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവൾ അത് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇനി ഡെയിലി ഇതെടുത്ത് ചാമ്പണം ഗൈസ്. സെറ്റാട്ടോ. ലിപ് ബാം ബിസിനസ് തുടങ്ങാൻ പറയാം അവളോട്. അടിപൊളിയുണ്ട്. സോ ഇനി നമ്മളെ നെക്സ്റ്റ് ഇതെന്ന് വെച്ചാൽ എന്ത് നമ്മൾ കുക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ നല്ല കോഫി ഉണ്ട്. സോ ഇത് അടിപൊളി കോഫിയാണ്. എൻ്റെ ഓൾ ടൈം ഞാൻ എന്ന് മുതൽ ഈ കോഫി കുടിച്ച അന്ന് മുതൽ എൻ്റെ ഫേവറേറ്റ് ആണിത്. ഇൻസ്റ്റൻറ്റ് ബ്ലെൻഡഡ് കോഫി. അതേപോലെ ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ട്, ഇതിൻ്റെ റെഡ് കളർ, അതും മേടിച്ചിട്ടുണ്ട്. ഇത് അടിപൊളി കോഫിയാണ് ഗൈസ്. ഒരു രക്ഷയില്ല, വേറെ ലെവല. ബ്രൂ ഒക്കെ ബാക്കിൽ നിൽക്കണം സത്യം പറഞ്ഞാൽ. സോ ബ്രൂവിൻ്റെ മുതലാളി വീഡിയോ കണ്ടാലും വേണ്ടിയില്ല, ഇത് ബാക്കിൽ നിൽക്കണം. ഇതിൻ്റെ അടുത്ത് എത്തൂല ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മൾ ഒരു സിപ്പ് എടുത്താൽ ഒരു വേറെ ലെവലാണ് ഗൈസ്. സോ നമുക്ക് ഇന്ന് എന്തായാലും ബ്ലെൻഡഡ് കോഫി ഉണ്ടാക്കാം. പ്ലസ് നമുക്ക് എന്താണെന്ന് നോക്കട്ടെ, അമ്മയോട് ചോദിക്കാൻ വിട്ട്. അമ്മ ആണെങ്കിൽ ഭയങ്കര വയറുവേദനയ്ക്ക് എടുത്ത് കിടക്കാണ്. എനിക്ക് നല്ല വയറുവേദനയും. ഞാനും ഒന്ന് ഓക്കെ ആയി അപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. സോ ചോദിക്കെന്തായാലും ചിലപ്പം ഉറക്കത്ത് പോയി വെറുപ്പിച്ചാൽ കോമഡി ആയിരിക്കുന്നതിന് വേണ്ടിയില്ല. ഇപ്പോൾ ചീത്തയായിട്ടായാലും വരാം. എന്താ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഫൈനലി നമ്മൾ തീരുമാനിച്ചു പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ചായക്ക് വാങ്ങി വരാമെന്ന്. അപ്പം ഇന്നത്തെ ഈവനിങ് നമ്മൾ പുറത്തുനിന്നാണ് ചായക്ക് കഴിയുക. ആക്ച്വലി നമ്മൾ അധിക ദിവസവും പുറത്തുനിന്നാണ്. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ അതിനുള്ള ഐറ്റംസ് ഒന്നുമില്ല. ഒന്നെങ്കിൽ നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് രാത്രിയാവും. പിന്നെ രാത്രി ഫുഡ് കഴിക്കേണ്ട സമയമാവും. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ സമയം നോക്കിയപ്പോൾ 5:30 ഒന്നുമല്ല, 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ നേരെ വണ്ടി എടുത്ത് പുറത്തു പോകും. ആൻഡ് നമ്മൾ പുറത്ത് പോയി ചായക്കടി വാങ്ങി വരുന്നതായിരിക്കും. സോ നമുക്ക് പോയി ചായക്കടി വാങ്ങി വരാം. ഞാൻ പോയി വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് അത് വീട്ടിൽ നിന്ന് എടുത്ത മാക്സിയാണ് ഗൈസ്. പക്ഷേ ഈ മാക്സി ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. വീട്ടിൽ നിന്ന് മാക്സി ഇടുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ മാക്സി ഒക്കെ ഇട്ട് നടക്കുന്ന എന്നെപ്പോലത്തെ ചെറിയ പെൺകുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ പോയി ഡ്രസ്സ് മാറ്റി വരാം. ചിക്കൻ വാങ്ങണ്ട. സേതുപതിന്റെ ചിക്കൻ ഗൈസ്, സേതുപതിന്റെ ചിക്കൻ ഉണ്ടായിരിക്കും. ചിക്കൻ വാങ്ങി വരാൻ പറയ്. എന്താ വാങ്ങാം? ഞങ്ങള് ചായക്കടി മാറി പിന്നെ കുഴിമന്തി ഗൈസ്. ഇനി കുഴിമന്തി ഞാൻ 2 പ്രാവശ്യം പറയുന്നു. ഗൈസ് നമ്മൾ രണ്ടാളും പറഞ്ഞ് നിങ്ങളെന്താ പൈസ ഉണ്ടാ ഞങ്ങൾ എന്തെങ്കിലും തിന്നു വരാം. അപ്പൊ അമ്മ കേട്ടില്ലേ നിങ്ങൾ എന്തെങ്കിലും തിന്നു വരാം. അപ്പൊ ഞാനെന്താ പോസ്റ്റോ എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്താ വാങ്ങുന്നേ പറയും. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഫൈനലി നമ്മളെ തീരുമാനം നമുക്ക് മന്തി വാങ്ങാൻ രാത്രിത്തേക്കെന്നാണ്. ചായയൊക്കെ വാങ്ങുന്നില്ല ഗൈസ്. അപ്പം ഇന്ന് ചായ ഗോവിന്ദയാണ്. അപ്പം നമ്മൾ പോയി മന്തി വാങ്ങണം എന്ന് വിചാരിച്ചു. അപ്പം മന്തി വാങ്ങണ്ട, മന്തിക്കാരൻ ഇവിടെ കൊണ്ടുതരുന്നത്. വെറുതെ നമ്മളിങ്ങനെ
മാറ്റി പിടിച്ചൊന്നും പോകണ്ടല്ലോ. എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് ഇനി നമ്മൾ മന്തിക്കാരനെ വിളിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഈ മന്തിക്കാരനെ വിളിക്കാം. മന്തിക്കാരൻ എപ്പോഴാണ് അത് കൊണ്ടുവരാന്ന് ആർക്കറിയാം. ഫൈനലി നമ്മൾ മന്തി ഒഴിവാക്കി. ഓരോരുത്തരും ഓരോ ചർച്ച വരുമ്പോൾ ഓരോന്നും നമ്മൾ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ നേരെ പോയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ കണക്കാക്കി എന്തെങ്കിലും വാങ്ങാം. രാത്രി ഞാൻ എന്തെങ്കിലും എൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെന്തോന്ന് പറയാമെന്ന്, ആക്ച്വലി ഈ ഒരു ലോക്കറ്റ് ഗൈസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് സെൻഡ് ചെയ്തതാണ്. ദാനശ്വര എന്നാണ് ഈ ഒരു ലോക്കറ്റ് നമ്മൾ എഴുതിയത്. സോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ ഒരു ലോക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കണം അവരുടെ പേജ് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആക്ച്വലി ഇത് അവരെനിക്ക് പ്രൊമോഷൻ അയച്ചതാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എൻ്റെ പേര് എഴുതിയ ഒരു ചെയിനൊക്കെ കിട്ടുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. സോ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് വാച്ച് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ അടിപൊളിയാണ്. സോ അങ്ങനെ ഗൈസ് ഐഷു വണ്ടി എടുക്കുന്നുണ്ട്. ഞാൻ വണ്ടീൻ്റെ ബാക്കിൽ കയറി കുത്തിരിക്കും. നമ്മൾ നേരെ പോയിട്ട് എന്താണോ അവിടെ എത്തുമ്പോൾ എന്താണോ മനസ്സിലാകാൻ ശേഷം നീ വാങ്ങി വരും ഗൈസ്. മഴ പെയ്ത് ഫുൾ വെള്ളവും ചളിയും പിളിയാണ് എല്ലായിടത്തിലും. എവിടെ നോക്കിയാലും ഫ്രണ്ടിലൊക്കെ നോക്കി കിണറ് പോലെ ആയി. നമ്മളൊരുമാതിരി തോട്ടിലൂടെ പോകുന്ന അവസ്ഥയാണ് ഗൈസ്. നമ്മൾ ഫൈനലി ലാസ്റ്റ് തീരുമാനിച്ചൊരു കാര്യം ചിക്കനും പൊറാട്ടയും വാങ്ങാനാണ്. അപ്പം ഇനി അതിലൊരു മാറ്റവും ഇല്ല. അങ്ങനെ നമ്മൾ ചിക്കൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ചിക്കൻ ടേസ്റ്റിംഗ് ആണ്. ചിക്കൻ വാങ്ങിയിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകും. 230 രൂപ. വേറെ ആളാ എടുക്കട്ടെ? ഓക്കെ താങ്ക് യു ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മൾ ചിക്കൻ മേടിച്ചു. സോ ഇനി നമുക്ക് നേരെ പൊറോട്ട മേടിക്കണം. എല്ലാം സെപ്പറേറ്റ് ഷോപ്പൊന്നാണ്. ഇപ്പോൾ കയറി ഇറങ്ങാം. പോവാ. എന്താ പറഞ്ഞേ? അമ്മ അണ്ടിപ്പരിപ്പും മുന്തിരിയും വാങ്ങണം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വാങ്ങണം. ഇനി വണ്ടിമ്മ കയറാണ് ഗൈസ്. നമുക്ക് ഇനി പൊറോട്ട ജംഗ്ഷനിൽ എത്തിയിട്ട് കാണാം. ഇപ്പോൾ കൈൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുക്കും. നമ്മൾ പീടികയിൽ വന്നാണ്. ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കണം. കൈ വേസ്റ്റായി. പണ്ട് ഏറ്റവും തോട്ടുമ്പോൾ കാണുന്ന ചളിനത്തിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാ സാധനം വാങ്ങി വേറെ വീട്ടിൽ പോയി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങൾ വന്നതിൻ്റെ അലാറം വെടിപ്പാണ് റോണി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റോണി തിരിഞ്ഞു നോക്കണം ഗൈസ്. നോക്കി ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും വാങ്ങി നമ്മൾ നേരെ വീട്ടിലെത്തി. ഇനി നമുക്കിത് പ്രിപ്പറേഷൻ തുടങ്ങണം. നമ്മൾ വരുമ്പോൾ പ്ലാൻ ചെയ്തത് ചിക്കൻ പൊരിച്ചിട്ട് മയോണൈസും പൊറാട്ടയും. സോ സെറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അതാക്കാന്നാണ്. സോ നമുക്ക് അതന്നെ ആക്കാം. കുറച്ച് വെള്ളം കുടിക്കട്ടെ ഗൈസ്. കൊയങ്ങെല്ലാം കൂടി വരി നിന്ന് ക്യൂ നിന്ന് കാത്തു നിന്നെന്ന് പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ ഈ സാധനം താഴെ വീഴും ഗൈസ്. സമാധാനിച്ചോ. നമുക്കിനി വേഗം കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫൈനലി അടുക്കളയിലെത്തി. അടുക്കളയിലാണ് നല്ല വെളിച്ചം കുറവാണ്. ഞാനിപ്പോൾ സ്റ്റാൻഡ് വെച്ച് നേരെ ലൈറ്റിൻ്റെ തൊട്ടടിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വെളിച്ചെങ്കിലും കിട്ടുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു 30 മിനിറ്റെങ്കിലും അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ പൊരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ചിക്കനിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ കഴുകി മാഗ്നേറ്റ് ചെയ്യുക. സോ ഞാൻ എങ്ങനെയാണ് മാഗ്നേറ്റ് ചെയ്യുക പൊരിക്കാൻ വേണ്ടി എന്നുള്ളതായിരിക്കും
ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് ചിക്കൻ എടുത്ത് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ചിക്കൻ. ഇത് നോർമലി കറി വെക്കാൻ പീസായിട്ട് തന്നെയാണ് കണക്കാക്കി വാങ്ങൽ എപ്പം പൊരിക്കുമ്പോഴും. കാരണം അല്ലാണ്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഉള്ളൊരു വേവാത്ത പോലെ ഫീൽ ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. നമുക്ക് നല്ലോണം ഉള്ളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ പീസ് തന്നെയാണ് നമ്മൾ പൊരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വാങ്ങൽ. നമുക്കിതിന് കഴുകി വൃത്തിയാക്കാം. ഫൈനലി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഇടുന്ന പോലെ തന്നെയുള്ള മസാല ഐറ്റംസ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഇഞ്ചി നുറുക്കിയിടും, പിന്നെ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി ആൻഡ് കുറച്ച് ഉപ്പ് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ടിട്ടാണ് മാഗ്നേറ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ മാഗ്നേറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചിട്ട് വീഡിയോ എത്രയെങ്കിലും ലോങ് ആക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് വേഗം മാഗ്നേറ്റ് ചെയ്ത് വരാം. സോ ഞാൻ നോർമലി ഇതൊക്കെയാണ് ഇടുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. സോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. മാഗ്നേറ്റ് ചെയ്ത് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ മാഗ്നേഷൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഇട്ടിട്ടാണ് നമ്മളിത് മാഗ്നേറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്കൊരു 10 to 30 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഇറച്ചിയിലേക്ക് പിടിക്കും, മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ 30 മിനിറ്റ് കൊണ്ട് ടൈം കൊണ്ട് നമുക്കിനി നമ്മുടെ മയോണൈസ് സെറ്റ് ആക്കാം. മയോണൈസിന് ആക്ച്വലി 30 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ധാരാളമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പോഴേക്കും മയോണൈസ് സെറ്റ് ഗൈസ്. അപ്പോൾ എൻ്റെ മയോണൈസിന് ഞാൻ പ്രശംസ കൊള്ളാമെന്ന് വിചാരിക്കരുത്. എൻ്റെ മയോണൈസ് ഇവിടെ വന്ന് ആര് കഴിച്ചോ അവരൊക്കെ നല്ല അടാർ അഭിപ്രായം വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നവർക്ക് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സും കണ്ണും നിറയലുണ്ട് മയോണൈസിൻ്റെ ടേസ്റ്റ് കൊണ്ട്. ആക്ച്വലി എനിക്ക് എൻ്റെ മയോണൈസ് ഭയങ്കര ഇഷ്ടമാണ് പുറമേ നിന്ന് വാങ്ങുന്നതിലും. ഇവിടെ വന്ന ഒരാൾ മാത്രമാണ് കുറ്റം പറഞ്ഞത് കുറേ മുന്നേ ഇവിടെ വന്ന സമയത്ത്. അപ്പോൾ ആളെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ആള് കുറ്റം എന്ന് പറഞ്ഞില്ല, എന്തോ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി, കുറ്റാക്കിയൊന്നും പറഞ്ഞില്ല, എന്തോ പറഞ്ഞു. അപ്പം നമ്മൾ ആ മയോണൈസിൻ്റെ റെസിപ്പി ഇന്ന് വരെ ഞാൻ ഷെയർ ചെയ്തില്ല. അപ്പം ഞാൻ അതുവഴിയും ഞാൻ ഷെയർ ചെയ്യില്ല ഗൈസ്. അതെവിടെയും ഞാൻ ഷെയർ ചെയ്യില്ല, ആരും കാണാൻ പാടില്ല. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ തന്നെയായിട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് ആക്ച്വലി എല്ലാവർക്കും അറിയാം പുറമേ നോക്കുക മയോണൈസിൽ വിനീഗർ വേണം, ഓയിലും മുട്ടയും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ കുറച്ച് പൊടിക്കൈകളും ഉണ്ട്. അപ്പം മയോണൈസ് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ കൊടുക്കുന്നതായിരിക്കും, നല്ല ടേസ്റ്റി മയോണൈസിൻ്റെ. പക്ഷെ അപ്പം ഞാൻ മയോണൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റ് ആക്കട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിത് എണ്ണ ചൂടാക്കി നമ്മൾ ഇതിലേക്ക് ഇട്ടു. നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. അവിടെ ചിക്കൻ അടുപ്പത്തൊന്ന് പൊരിയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേമാതിരി വൈറ്റ് വേറെ ആക്കി നമ്മൾ എടുക്കണം, മഞ്ഞ വേറെ ആക്കി എടുക്കണം. എന്നോട് തെറ്റിപ്പോയാൽ ഗൈസ്, മഞ്ഞ വേറെ ആക്കി എടുക്കണം. മൊത്തം മഞ്ഞ വേറെ ആക്കരുത്, അതൊക്കെ കണക്കുണ്ട്. ഞാൻ അതിനായിട്ടുള്ള വീഡിയോയിലിടും. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി ഗൈസ്. അപ്പോൾ നമ്മുടെ പൊറാട്ടയും ചിക്കൻ പൊരിച്ചതും മയോണൈസും സെറ്റായിട്ടുണ്ട്. സോ ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. ഞാൻ ഉണ്ടാക്കിയ സെറ്റ് മയോണൈസ്, നല്ല സെറ്റ് മയോണൈസാണ്. പിന്നെ നമ്മളെ ചിക്കൻ അതൊന്നും മതി. ഏതെടുക്കുമെന്ന് കൺഫ്യൂഷൻ. ചിക്കൻ എടുക്കാം. നമ്മളത് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വിശന്നിട്ട് കണ്ണാല് കുറച്ച് നമ്മൾ മയോണൈസിൽ മുക്കുക, കഷ്ണം ചിക്കൻ എടുക്കുക, സെറ്റാണ് ഗൈസ്. മയോണൈസൊക്കെ പൊളി കഴിയുണ്ട്. ചിരി വരും ക്യാമറ ഓണാക്കിയത്. പരീക്ഷ എങ്ങനെയുണ്ട്? അതിലേക്ക് ഇടുന്നതിന്റെ മുന്നേ കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ട്. എന്നിട്ട് തിന്നോ, ടേസ്റ്റ് ചെയ്യും. പിടിക്കല്ല, വെയിറ്റ് ചെയ്യും. ഇടുമ്പോഴത്തെ സൂപ്പറായോ? സൂപ്പർ. ആ മയോണൈസിനുള്ള വാഴിടുമ്പോഴേക്കും വരും. അമ്മ ഞാൻ അടിപൊളി ഇത് പറയണ്ട, എല്ലാരും വായും. നമുക്ക് സുഖമില്ല.
സോ ഗൈസ് അപ്പം സെറ്റാണ് ഫുഡ്, നിങ്ങളും ട്രൈ ചെയ്യുക. അതേമാതിരി പൊറാട്ടയും മയോണൈസും പിന്നെ ചിക്കൻ പൊരിച്ചും ഒന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോമ്പിനേഷൻ എടുത്ത് വരണ്ടല്ലോ. പിന്നെ ഉച്ചക്കത്തെ മത്തിക്കറി ഉണ്ട്, വേറെ എന്ത് വേണം, സെറ്റാണ് ഗൈസ്. സോ നമുക്ക് മാളൂസ് സ്റ്റുഡിയോ എപ്പോൾ എൻഡിങ് പറയുമ്പോൾ തെറ്റു. മാളു സ്റ്റോറീസിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.